ദില്ലിയിൽ നിന്നൊക്കെ അങ്ങ് മാറണം. ഇവിടുത്തെ ക്ലൈമറ്റ് ഒന്നും അത്ര ഗുഡല്ല. നമുക്ക് നമ്മുടെ നാടും പച്ചപ്പും ഹരിതാപവും ആലോചിക്കുമ്പോൾ തന്നെ സതീശേട്ടൻ ഞങ്ങളെന്നാ അങ്ങോട്ട് ഇറങ്ങട്ടെ. അയ്യോ അത് പറ്റില്ല. നാട്ടിലൊക്കെ ആണെങ്കിൽ ഇനിയിപ്പോ മഴയും ഒക്കെയാ വരാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് അത്ര ശരിയാവത്തില്ല. നാട്ടിലെ മഴയല്ലേ, നാട്ടിലെ മഴ കുഴപ്പമില്ല. നനയാ ഇല്ല, അത് ശരിയാവും തോന്നുന്നില്ല. തെരഞ്ഞെടുപ്പ് ആവല്ലേ, സോ ഇങ്ങനെയുള്ള കോൺവെർസേഷൻസ് കോൺഗ്രസിൽ ക്വൈറ്റ് നാച്ചുറൽ. അത് പിന്നെ എന്ത് ചെയ്യാനാണ്, ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവർക്കും ജനസേവനം അത്രയ്ക്ക് ഇഷ്ടമായിപ്പോയി. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മന്ത്രിയായിട്ട് വേണം അത് നടത്താൻ. അത്രേ ഉള്ളൂ ഞങ്ങൾക്ക്. അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ലക്ഷ്യമിട്ട് കേരളത്തിലെ കോൺഗ്രസ് എംപിമാർ അങ്ങനെയൊന്നുമല്ല. കോന്നിയിലെ ജനങ്ങൾക്കായി നിലകൊള്ളണമെന്ന് അടൂർ പ്രകാശ് ചേട്ടന് ആഗ്രഹമുണ്ട്. ആ പാതയിൽ ഇപ്പോൾ സുരേഷ്, ആന്റോ ആന്റണി, ബെന്നി ബെഹനാൻ, MK രാഘവൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ, അങ്ങനെ എത്ര പേർ. സത്യമായിട്ടും ദില്ലിയിലെ ക്ലൈമറ്റ് ശരിയല്ലെന്ന് മുതിർന്ന ഏട്ടൻ K സുധാകരന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഗൈസ്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ മലയാളികൾ അങ്ങ് ദില്ലിയിലാണോ പോകേണ്ടത്? അല്ല. എഗെയിൻ നമുക്ക് നമ്മുടെ നാടും ഹരിതാവും പച്ചപ്പും ഇതൊക്കെയല്ലേ വേണ്ടത്. അല്ലാതെ ചിലവര് പറയുന്ന പോലെ മന്ത്രിക്കുപ്പായ മോഹം ഒന്നുമല്ല. പിന്നെ ദേഷ്യമുള്ളവര് അധികാരത്തിൽ ഇല്ലാത്തത് കൊണ്ടാണെന്നും അതുകൊണ്ട് പദവികളില്ലാത്തതുകൊണ്ട് ഞങ്ങൾ തട്ടകം മാറ്റുകയാണെന്നൊക്കെ പറയും. പക്ഷെ ആരും അത് വിശ്വസിക്കരുത് ഗൈസ്. അങ്ങനെയെങ്കിൽ ഇത്രയും മനുഷ്യർക്ക് നാട്ടിലോട്ട് വരാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്കായി പോകില്ലെന്ന് ഒരാൾ അവിടെ നിന്ന് പറയുന്നുണ്ട്. അതാരാണെന്നല്ലേ? അത് പിന്നെ ACC ആയിട്ട് അത്രക്ക് നല്ല ടേംസിലല്ലെങ്കിലും പുള്ളിക്ക് മന്ത്രിമോഹം അല്ല, നാട്ടിലോട്ട് പോകാനുള്ള തോന്നൽ പുള്ളിക്കും ഉണ്ടാവില്ലേ? ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. എല്ലാവർക്കും ദില്ലിയിൽ മടുത്തു, സോറി ക്ലൈമറ്റും മടുത്തു. വലിയ ബംഗ്ലാവും കാറും ഒന്നും ഒരിക്കലും ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല. വലിയേട്ടന്മാര് ദില്ലിയിൽ നിന്ന് പോകുമ്പോൾ ഞാനിവിടെ എങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുമെന്ന് ഓർത്ത് ഷാഫി പറമ്പിലും വിഷമമുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തു, ആരെ അറിയിക്കാണ്ട് ബുദ്ധിമുട്ടിക്കാണ്ട് ഒരു രഹസ്യ യോഗം പാലക്കാട് അങ്ങ് ചേർന്നു. നാട്ടിൽ വരുമ്പോഴേ പ്ലാനിങ് വേണം, ചുമ്മാ അങ്ങ് വന്നാ പോരാ, അല്ലേ? നമ്മൾ അനാഥരാണ്. ഷാഫിയേട്ടന് ഒറ്റയ്ക്കല്ല ഗൈസ്, കൂടെ KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA, DCC ജനറൽ സെക്രട്ടറിമാര്, യൂത്ത് കോൺഗ്രസ്, KSU ഭാരവാഹികൾ ഒക്കെ ഉണ്ട്. ഈ പറയുന്ന C ചന്ദ്രനെ DCC പ്രസിഡന്റ് ആക്കാൻ ഷാഫി കുറച്ച് പ്രഷറൊക്കെ കൊടുത്തിരുന്നു. കാര്യങ്ങളൊക്കെ ഇപ്പോൾ എളുപ്പമാകുമെന്നും ഷാഫിയേട്ടന് നന്നായിട്ട് അറിയാം. പക്ഷെ അവിടെ അടിയാണ്. ബിക്കോസ് പാലക്കാട് DCC പ്രസിഡന്റ് ആക്കാൻ VK ശ്രീകണ്ഠൻ MPക്ക് ഇഷ്ടം PV രാജേഷിനെയാണ്. പിന്നെ പാലക്കാട് കോൺഗ്രസിലെ അടി ഇന്നലെയും തുടങ്ങിയല്ല, അത് വിട്. അത് പിന്നെ അധികാരം കിട്ടുകയാണെങ്കിൽ ഇനിയെങ്ങാനും മന്ത്രിസ്ഥാനം കിട്ടിയാലോ? ഏത് അല്ല, സ്നേഹമാണ്, നാടിനോട് നാട്ടുകാരോടുള്ള സ്നേഹം മാത്രമാണ്. എൻ്റെ പാർട്ടി തീരുമാനിക്കും, പാർട്ടി തീരുമാനിക്കുന്ന അനുസരിച്ച് ആ തീരുമാനങ്ങളിലേക്ക്. ഇവരൊക്കെ നാട്ടിലോട്ട് വരുന്നതും കാത്ത് ഭയങ്കര ആവേശത്തിലാണെങ്കിലും ഇവിടെ ഒരു മനുഷ്യനാകെ ടെൻഷനിലാണ്. അതാരെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടോ? ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ആര് നയിക്കും? എല്ലായിടത്തും VD സതീശേട്ടന്റെ കയ്യെത്തണമെന്ന് വെച്ചാൽ അതെങ്ങനെ നടക്കുക? അത് ബാക്കിയുള്ളവരൊന്നും മനസ്സിലാക്കണ്ടേ? പുള്ളിക്കാണെങ്കിൽ ഇവിടെ മുഖ്യമന്ത്രി കസേര ആലോചിച്ച് വെച്ച് പ്രതീക്ഷയിലൊക്കെ ഇരിക്കുകയാണ്. അതിന്റെ ഇടയിലാണ് അനാവശ്യ ടെൻഷൻ. ഇവർക്കൊക്കെ ഈ ദില്ലി പെട്ടെന്നങ്ങ് മടുത്ത എങ്ങനെയാണ്? പുള്ളി തന്നെ പ്രതിപക്ഷ നേതാവായിട്ട് ഇത്ര കാലമായി. പുള്ളിയുടെ ഡെഡിക്കേഷനൊക്കെ ഇവരും കണ്ടുപഠിക്കണം. ഈ ടെൻഷന്റെ ഒക്കെ ഇടയിൽ ഇങ്ങനൊരു ചർച്ച കൊണ്ടുവരില്ലേ? സതീശേട്ടന് ടെൻഷനാവും. കോൺഗ്രസിൽ നിയമസഭാ ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയാകാൻ മാത്രം നിലവിലൊരു വലിയ ക്യൂ തന്നെയുണ്ട്. പിന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാനായിട്ട് സതീശേട്ടൻ ഓൾറെഡി സെറ്റാണ്. അതിന്റെ പുറകെ രമേശ് ചെന്നിത്തല, K സുധാകരൻ, പിന്നെ ശശി തരൂർ, അങ്ങനെ പുറകെ ആളുണ്ട്. അതിന് പുറമെയാണ് മന്ത്രിമോഹം വെച്ചിട്ട് അല്ല, നാട്ടിലോട്ട് വരാനുള്ള തോന്നലുകൊണ്ട് MPമാർ നിൽക്കുന്നത്. ഇനിയിപ്പോൾ തിരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും ഈ പ്രശ്നം വീണ്ടും ക്രിട്ടിക്കലാവാനാണ് ചാൻസ്. എന്ത് ചെയ്യാനാ? നേരത്തെ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് ജനങ്ങളെ സ്നേഹിക്കാൻ എല്ലാവർക്കും ഒരുപോലെ ആഗ്രഹമായി പോയി. സത്യമായിട്ട്